ഭീമയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ മീൻസ് നത്തിങ്. വി ഗീവ് ദ ബെസ്റ്റ് പ്രൈസ് ടു ദ ബയർ. അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ ഇരുന്ന് കണ്ടു പഠിക്കണം. അതാണ് എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും വില കൂടിയ PhD എന്ന് പറയാം. യു ബൈ whenever you want to improve, grow your investment, it's better to buy gold coins or bullion. സിൽവർ പുതിയ ഗോൾഡായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? സിൽവർ വില കൂടി വരികയാണ്. ഇപ്പൊ സ്വല്പം കുറഞ്ഞു. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് കോയിൻസ് ബുള്ളിയൻ ഏതായാലും ഇഫ് യു ഇൻവെസ്റ്റ് അപ്പോൾ 25 lakh and the immediate necessity is 1 lakh or 5 lakh, it will be cash within 1 hour and it will be credited to your bank account. And also you will get profit, interest, it will exceed your investment. We got the Guinness Award for that day's sale. Never international standard അങ്ങനെ ഒരു ടേൺ ഓവർ കിട്ടിയിട്ടില്ല. ആ ക്യാപിറ്റൽ എങ്ങനെ റേസ് ചെയ്യണം? അത് രഹസ്യം ഉണ്ടായി തന്നെ ഞാൻ പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. സ്വർണം എന്നുള്ളത് മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു നിഷേധിക്കാനാവാത്തൊരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അത് നമ്മളുടെ ഒരു ഗ്രോത്തിന്റെയും നമ്മളുടെ ഒരു പ്രോസ്പെരിറ്റിയുടെയും ലക്ഷണം മാത്രമല്ല, മലയാളിക്ക് ഇന്ന് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ ഗോൾഡ് മാർക്കറ്റിനെ തികച്ചും ഒരു വിപ്ലവകരമായ ഒരു മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ അച്ചീവ് ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് ഗ്രോ മലയാളം പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മളുടെ ഗസ്റ്റ്. ഹീസ് നൺ അതർ ദാൻ ദ ഫിനോമിനൽ പേഴ്സൺ, ദ ബ്രെയിൻ ബിഹൈൻഡ് Bhima. We are talking to Chairman Dr. Govindan. Welcome, sir. Welcome to Grow Malayalam. Thank you. First of all, I want to congratulate you. 100 years of Bhima. 1925-ൽ നിന്ന് 2025 വരെ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെ സ്പീക്സ് വോള്യൂംസ് അബൌട്ട് വാട്ട് യു ഹാവ് അച്ചീവ്ഡ്. ഈ ഒരു ജേർണി സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കേൾക്കാൻ വലിയൊരു ആഗ്രഹം. ഈ ജേർണി ഞാൻ അവകാശപ്പെടുന്നതല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി, എൻ്റെ ഒരു വിഷനുണ്ട്. പക്ഷേ എൻ്റെ കേപ്പബിലിറ്റിയോ എൻ്റെ കപ്പാസിറ്റിയോ എന്നല്ല ഞാൻ പറയുന്നത്. അച്ഛൻ തുടങ്ങി വെച്ച തൻ്റെ 8ാമത്തെ വയസ്സിൽ മംഗലാപുരത്ത് നിന്നുള്ള അടുത്തുള്ള ഉടുപ്പി എന്ന സ്ഥലത്ത് നിന്ന് വന്ന് ഈ 8ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അച്ഛൻ്റെ ഈ കാര്യക്രമം. 8ാമത്തെ വയസ്സിൽ വരുമ്പോൾ പഠിക്കുന്ന കുട്ടിയായിരുന്നു. കയ്യിൽ ഒന്നുമില്ല. അന്ന് 4-5 നോട്ട്ബുക്ക് മാത്രം. അന്ന് അച്ഛൻ്റെ അങ്കിൾ ഒരാൾ ആലപ്പുഴ സെറ്റിൽഡായിരുന്നു. അവിടെ ഒരു അമ്പലത്തിൽ പൂജയും വൈകുന്നേര സമയത്തിൽ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ കാപ്പിക്കട, ഇന്നത്തെ ചായക്കട എന്ന് എന്തൊക്കെയോ പറയുന്ന ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠിച്ച് ആ ഡേ ടൈമിൽ പഠിച്ച് വൈകുന്നേരം അത് കഴിഞ്ഞ് ചായക്കട ജോലി ചെയ്ത് കുറച്ചൊക്കെ സമ്പാദിച്ച് ഉണ്ടാക്കിയ ഒരു പൈസ ആണ് അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 10ാം ക്ലാസ്, അന്നത്തെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് പഠിക്കണമെന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്ന് തൻ്റെ കോളേജ് എഡ്യൂക്കേഷൻ 3 കൊല്ലം പഠിച്ചു. അതിന് ശേഷം തിരിച്ച് ആലപ്പുഴ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ തുടങ്ങണമെന്നൊരു ആഗ്രഹം മനസ്സിൽ കണ്ടു. അന്ന് ആലപ്പുഴ എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജ് മാതിരിയുള്ള ഒരു പട്ടണമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ അന്ന് ആലപ്പുഴയ്ക്ക് പോർട്ടുണ്ടായിരുന്നു. 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പോർട്ടായിരുന്നു അന്നത്തെ ആലപ്പുഴ ഇമ്പോർട്ടൻസ്. ആ പോർട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്ന കാലം അവിടെ ഷിപ്പുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നു. കേരളത്തിലേക്ക് ആവശ്യമുള്ള അന്ന് 2 സ്റ്റേറ്റായിരുന്നു, ട്രാവൻകൂറും കൊച്ചിൻ. അന്ന് 2 സ്റ്റേറ്റിലേക്ക്, ട്രാവൻകൂർ കൊച്ചി സ്റ്റേറ്റിലെ ട്രാവൻകൂറിലായിരുന്നു അച്ഛൻ്റെ താമസം, ജോലിയും. ആ ട്രാവൻകൂർ സ്റ്റേറ്റിലേക്ക് ആവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള ഐറ്റംസ്, ഫുഡ് ഐറ്റം, പിന്നെ പെയിൻറ്റിങ്, ബാക്കിയുള്ള കോർപ്പറേറ്റ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അന്ന് ഏകദേശം സക്കറിയ ബസാർ എന്നൊരു ബസാർ, മെയിൻ ബസാർ, ഇന്നത്തെ മുല്ലക്കൽ പോലെ അല്ല. ആ സക്കറിയ ബസാറിൽ അവിടെ ഒരുപാട് കടകൾ, ചെറുകിട കടകളും വലിയ കടകൾ എല്ലാം ഉണ്ടായിരുന്നു. ആ പോർട്ടിൽ ഏകദേശം 3000-നും 5000-നും ഇടയ്ക്ക് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആലപ്പുഴയിൽ. അവർക്ക് അന്ന് ജോലി ഈ പോർട്ടിൽ നിന്ന് വരുന്ന ഷിപ്പിൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരെയാണ് നങ്കൂര് ആങ്കർ ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ നിന്ന് പോകുന്ന ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അച്ഛൻ്റെ ആ കാലഘട്ടം. അന്നത്തെ ആ പണിക്കാർക്ക്, അത് ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ജോലിക്കാർക്ക് അന്ന് കിട്ടുന്ന എന്താണ് രൂപ
അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണ്ടത്തെ റുപ്പിയായിരുന്നു. എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർക്ക് കിട്ടുന്നത് ഗോൾഡ് കോയിൻസ് ആയിരുന്നു. ഓ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് വെള്ളി കോയിനുണ്ട്, സാധാരണ ഇവിടുത്തെ കോയിൻസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നത് സ്വർണത്തിൻ്റെ കോയിൻസ് ആയിരുന്നു. പക്ഷേ അവർക്കത് എങ്ങനെ മാറ്റി ഇന്ത്യൻ മണി അവർക്ക് ക്രയവിക്രയം ചെയ്യാവുന്ന രീതിയിലുള്ള രൂപ ആക്കാനുള്ള മാർഗം എങ്ങനെ മട്ടം തിരിഞ്ഞു വേണ്ടിട്ടുന്ന കാലഘട്ടമായിരുന്നു. ഇത് കണ്ടുകൊണ്ടായിരുന്നു അച്ഛൻ വളർന്നത്. അപ്പം സ്വർണത്തിനൊരു ഫ്യൂച്ചറുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ കിട്ടിയ സമ്പാദ്യത്തിൽ ഒരു നല്ലൊരു ശതമാനം, അല്ലാണ്ട് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അമ്മയുടെ കാലിൽ കിടക്കുന്ന വെള്ളിപ്പാദസരവും മാലയും ഒക്കെ കൊടുത്തിട്ട് തുടങ്ങി വെച്ച ഒരു സ്വർണ്ണാഭരണ ബിസിനസ്സായിരുന്നു അന്ന് അച്ഛൻ തുടങ്ങി വെച്ചത്. അന്ന് ഇപ്പോഴത്തെ പോലെ കൗണ്ടറൊന്നും ഇല്ലായിരുന്നു, താഴെ ഇരുന്ന് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. തുടങ്ങി വെച്ച് ആ ഒരു ബിസിനസ്സായിരുന്നു ഇന്നത്തെ ഭീമയുടെ വന്നതിൻ്റെ ഒരു വ്യത്യാസം. അതെ. അന്ന് അച്ഛൻ തുടങ്ങി വെച്ചത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫാമിലീസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ഫാമിലിയിലെയും പിള്ളേര് അതേ ബിസിനസ്സിലോട്ട് പോകണം എന്നില്ല. ഒരു സാറിന്റെ ഫാമിലിയിൽ കണ്ടുവന്ന ഏറ്റവും വലിയൊരു മഹത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറായിക്കോട്ടെ സാറിന്റെ മക്കളായിക്കോട്ടെ എല്ലാവരും ഇതിലേക്ക് തന്നെ. സാർ എങ്ങനെ ഗോൾഡ് ബിസിനസ്സിൽ തന്നെ വരണം എന്ന് തീരുമാനിച്ചു? ഞാൻ അന്ന് STV സ്കൂൾ, സനാതന വിദ്യാഭ്യാസശാലം, ഒരു സ്കൂള് കോളേജും ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ പഠിത്തം. എൻ്റെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ 8ാം ക്ലാസ് മുതൽ ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ തുടങ്ങിയ ആ കാലഘട്ടത്ത് വൈകുന്നേരം ആകുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളും സാധാരണ വൈകുന്നേരം കളിക്കാനും അവരുടെ ഫ്രണ്ട്സുകളോട് ചെലവഴിക്കാനുമായിരുന്നു. പക്ഷേ അച്ഛന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് തൻ്റെ വൈകുന്നേരത്തെ ആ സമയം ഫ്രീ ടൈമിൽ അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ ഇരുന്ന് നോക്കി ബിസിനസ് പഠിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അച്ഛന് എനിക്കുണ്ടായിരുന്നത്. അച്ഛൻ്റെ ആ ബിസിനസ് കണ്ട് പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ ചോദിക്കും, അച്ഛൻ മറുപടിയും പറയും. അതാണ് എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും വില കൂടിയ ഇന്നത്തെ PhD എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം, അതിൽ കിട്ടിയ ഒരു പാഠമാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത്. അന്നും ഇന്നും എന്നും സഹായമായി എന്നെനിക്ക് തോന്നിയത്. എൻ്റെ മക്കൾക്ക് 3 മക്കളാണുള്ളത്, 3 പേരും പെൺകുട്ടികളാണ്. അവരെയും ഞാൻ ഇതൊക്കെ പഠിപ്പിച്ച് അവരും എൻ്റെ കൂടെ ഇരുന്ന് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ദൂരീകരിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. അന്നത്തെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ബിസിനസ്സുകളെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് അന്നെന്ന് വെച്ചാൽ ബിസിനസ് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലായിരുന്നു. അത് അച്ഛൻ തുടങ്ങിയപ്പോൾ കുറച്ച് കമ്മൽ, കുറച്ച് ബേബി വളകൾ, ബേബി മോതിരങ്ങൾ ചെയ്തു വെച്ചു. അത് വളർന്ന് കൂടി പിന്നെ ഇപ്പോഴത്തെ ആവശ്യം പ്രകാരമുള്ള എല്ലാ വിധത്തിലുള്ള 100% സാറ്റിസ്ഫാക്ഷൻ സ്ത്രീകൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു രീതിയായി കൊണ്ടുവന്നാൽ അച്ഛൻ തുടങ്ങി വെച്ചത് ഞാനത് കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് എൻ്റെ ബിസിനസ്സിൻ്റെ സക്സസ് സ്റ്റോറി. അന്ന് ഈ ഹാൾമാർക്കിംഗ് സിസ്റ്റം ഒന്നുമില്ലായിരുന്നു, വീട് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ അച്ഛൻ അന്നും സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്, ആ ലക്ഷ്മിക്ക് യാതൊരു കളങ്കവും വരാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് തുടങ്ങിയ കാലം മുതൽ 92 എന്ന് വെച്ചാൽ പവൻ മാറ്റി സ്വർണം മാത്രമേ അച്ഛൻ മാനുഫാക്ചറിങ് ചെയ്തെന്നുള്ളത്. അന്ന് പലരും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നില്ലായിരുന്നു. 18 ക്യാരറ്റ് ഉണ്ടായിരുന്നു, 19 ക്യാരറ്റ് ഉണ്ടായിരുന്നു, 21 ക്യാരറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം വിൽക്കുന്നത് 22 ക്യാരറ്റ് എന്ന പേരിലാണ്. പക്ഷെ അച്ഛൻ മാത്രം മായമായിട്ടുള്ള ഒരു സംഗതി മിക്കാണ്ട് ലക്ഷ്മി ഇടയ്ക്ക് നല്ലൊരു വരട്ടെ എന്നുള്ള രീതി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയത് ഇന്ന് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്ത് ഹോൾമാർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കി. ഇതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. ഇപ്പൊ ഹോൾമാർക്കിംഗ് തന്നെ ഇപ്പൊ നമ്മൾ ഭീമയെ കുറിച്ച് വായിക്കുമ്പോൾ ഗവൺമെന്റ് അതിനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് ആക്കുന്നതിന് മുന്നേ തന്നെ ഭീമ ഹോൾമാർക്ക് ജ്വല്ലറി മാത്രമാണ്. അതെ, അത് മാത്രമല്ല ഒരു തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആവശ്യം അനുസരിച്ച് ജ്വല്ലറി പണിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭീമ മാർക്കറ്റിൽ വന്ന ശേഷമാണ്, അല്ലെങ്കിൽ ഭീമയുടെ ഒരു വികസനത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഡിസ്ട്രപ്റ്റിംഗ് പ്ലാൻ വന്നത്. അതായത് നേരത്തെ തന്നെ ജ്വല്ലറി പ്രിപ്പയർ ചെയ്ത് ഓർഡൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ സാറിൻ്റെതായിരുന്നോ അതോ സാറിൻ്റെ അച്ഛൻ്റെതായിരുന്നു? അച്ഛൻ തുടങ്ങി അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. പക്ഷേ സാധാരണക്കാർ എല്ലാവരും അവർക്ക് അന്നത്തെ കാലത്ത് 5000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 5 ലക്ഷമാണ്. 5000 രൂപ കിട്ടിയാൽ അവർ ചിലരത്
കല്യാണത്തിന് ഉപയോഗിക്കും, പെൺകുട്ടികളുടെ ആവശ്യത്തിന് സ്വർണ്ണാഭരണം മേടിക്കാൻ. പക്ഷെ ചിലർ അത് 5,000 രൂപ കിട്ടിയാൽ കുറേ മേടിക്കും, കുറേയൊക്കെ ചിലവാക്കി കളയും, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ചിലവാക്കി കളയും. പക്ഷെ അച്ഛൻ, നിങ്ങൾ അങ്ങനെ ആവശ്യമില്ലാതെ കളയരുത്, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും സ്വർണം തിരിച്ചു കൊടുത്താൽ രൂപ തിരിച്ച് തരുന്ന ഒരു സിസ്റ്റം കൂടെ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 5,000 രൂപയിൽ 2,500 രൂപ നിങ്ങൾ സ്വർണത്തിന് ഉപയോഗിച്ചോ, 1,000 രൂപ കല്യാണത്തിന് ഉപയോഗിച്ചോ, 500 രൂപ ബാക്കിയുള്ള എക്സ്പെൻസ്, അതിൽ ബാക്കി ഒരു 1,000 രൂപ 500 രൂപ നിങ്ങൾ സ്വർണ്ണാഭരണം ഇല്ലെങ്കിൽ പവൻ ഇല്ലെങ്കിൽ ബുള്ളിയൻ മേടിച്ച് വയ്ക്കൂ. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും അത് ഉപയോഗം തിരിച്ച് രൂപയുടെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നു, ഇല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി പുറത്തേക്കെങ്കിലും പോകണം, ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ പോകണം, ഔട്ട്സൈഡ് ഇന്ത്യ പോകണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് അന്ന് തുടങ്ങിയ ആ ഒരു വാചകം ഇപ്പോഴും നമ്മുടെ കടകളിൽ എല്ലാവരും അത് follow ഉപയോഗിക്കുകയാണ്. ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം മനസ്സിലാക്കിയ ആൾക്കാർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ആ സിസ്റ്റം ഒരു വേദവാക്യമായിട്ട് കരുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Correct. അത് അവർക്ക് അവരുടെ ഭാവി തലമുറയ്ക്കും രോഗങ്ങൾ വരാണ്ടിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റുന്ന ഒരു കാലഘട്ടമായി Correct. മാറിക്കഴിഞ്ഞു. Correct. ഇത് ബേസ് ചെയ്ത് ബാക്കിയുള്ള കടക്കാരും ഭീമയെ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണ് ഇതിന്റെ എന്താ പറയാ ഐഡിയേഷൻസ് ഒക്കെ കൂടുതലും. നമുക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് വന്നുകൊണ്ട് നമ്മളതിന് ആധികമായിട്ട് അതിന്റെ ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല. അതെ. പക്ഷേ പൊതുജനങ്ങൾ അത് അതെ. ഏറ്റെടുത്തു എന്ന് തീർച്ചയായും. പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തീർച്ചയായും. തോന്നുന്നു. ഇനി പ്രേക്ഷകർക്ക് അറിയാമോന്ന് അറിയില്ല, സാറ് ഈ കേരളത്തിലെ ഗോൾഡ് പ്രൈസസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ചെയർ ചെയ്യുന്നുണ്ട്. അതെ. ഒരുപക്ഷെ ഈ ദിവസവും നമ്മൾ കാണുന്ന ഗോൾഡ് പ്രൈസസിൽ യു ഹാവ് എ വേർഡ് ഇൻ ഇറ്റ് അല്ലെ? അതെ. സർ ഹാസ് എ ഡിസിസീവ് അതെ. വേർഡ് ഇൻ ഇറ്റ്. അപ്പൊ എന്ത് ബേസിസിലാണ് ഈ ഗോൾഡിന്റെ റേറ്റ്സ്? ഗോൾഡ് റേറ്റ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ എങ്ങനെ ഗോൾഡ് റേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് ആർക്കും ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പം നമുക്കൊരു സിസ്റ്റം വേണമല്ലോ. ഇപ്പം നമ്മുടെ അസോസിയേഷൻ ആൾക്കെല്ലാം ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 67 കൊല്ലമായി. അച്ഛൻ തുടങ്ങി വെച്ചാണ്. അച്ഛനും അച്ഛൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന 2 അതർ ഡീലേഴ്സും ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അതിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അവർക്കെല്ലാവർക്കും ഇന്ന് ഗോൾഡ് റേറ്റ് വരുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ബുള്ളിയൻ ഗോൾഡിൻ്റെ അവൈലബിലിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബുള്ളിയൻ പുറത്തുനിന്ന് വരുമായിരുന്നു, ബോംബെയിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ ബോംബെയിലെ റേറ്റാണ് അവർ നിശ്ചയിക്ക് പറയുമ്പോൾ ഓക്കെ. അതിനെ ബേസ് ചെയ്ത് നമ്മൾ അന്നത്തെ അസോസിയേഷൻ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അത് അന്ന് തുടങ്ങിയ കാലം. ഇതിപ്പം നമ്മുടെ അസോസിയേഷൻ വന്ന കാലം ആലപ്പുഴയിൽ മാർക്കറ്റിൽ എങ്ങനെ ഡിമാൻഡുണ്ടോ അവിടുത്തെ ബേസ് ചെയ്ത് അവിടുത്തെ 3 പേര് 4 പേര് ചേർന്ന് ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് അതെല്ലാവരും ആലപ്പുഴ ടൗണിലായിരുന്നു അത്. ആ ടൗണിലെ ബിസിനസ് റേറ്റ് ബാക്കി സ്റ്റേറ്റിലെല്ലാവരും ഫോളോ തുടങ്ങി. ഇന്ന് അതേ സിസ്റ്റം ഇന്ന് 3 അംഗ കമ്മിറ്റിയുണ്ട്. ഞാനാണ് ഇതിൻ്റെ ചെയർമാൻ, ഞാനും വേറെ 2 ഇതിൻ്റെ മെയിൻ ആൾക്കാർ, സെക്രട്ടറിയും പ്രസിഡന്റ്. കാലത്ത് 9/17 ലണ്ടൻ മാർക്കറ്റ് വരും. ലണ്ടൻ മാർക്കറ്റ് വരുന്നതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് റേറ്റ് നിശ്ചയിച്ച് ഇതാണ് റേറ്റ് എന്ന് പറയും. ആ റേറ്റ് ത്രൂ ഔട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ കടകളും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ആ റേറ്റ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ബാക്കി കേരളത്തിലല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ 7 സ്റ്റേറ്റുകളും നമ്മുടെ റേറ്റാണ് ഫോളോ ചെയ്യുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, പോണ്ടിച്ചേരി, ബാക്കി എല്ലാ സ്റ്റേറ്റും കേരളത്തിലെ റേറ്റാണ് ഫോളോ ചെയ്യുന്നത്. ബോംബെ, ഡൽഹിയിലേക്ക് ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും നമ്മുടെ റേറ്റ് ഫോളോ ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പം കേരളത്തിലെ ആ ജ്വല്ലറീസ് ന്യായമായിട്ടുള്ള റേറ്റ് നമ്മൾ ഉണ്ടുകയുള്ളൂ എന്നുള്ള ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. നമുക്കൊരു നിശ്ചിത ശതമാനം എന്നായാലും ഏത് ദിവസമായാലും ഗോൾഡ് റേറ്റ് ലണ്ടൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഗോൾഡിൻ്റെ റേറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം 1 1.25 അത് പെർമനൻ്റ് ആയിട്ട് ആ രീതിയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനെ കുറിച്ച് യാതൊരു ഡൗട്ടോ ആർക്കോ ഒന്നുമില്ല.
റൈറ്റ്, വണ്ടർഫുൾ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി സ്റ്റോർ നമ്മൾ നടക്കുവാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗോൾഡിനെ പ്രൊക്യൂർ ചെയ്യുക, എന്നിട്ട് അതിനെ നമ്മൾ ഒരു ജ്വല്ലറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നമ്മൾ സെയിൽ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യും? ഇത് ഗോൾഡ് ഒരു സ്റ്റോർ നമ്മൾ തുടങ്ങുന്നു. ഉം. എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് നമ്മൾ ആലപ്പുഴയിൽ തുടങ്ങി. ആലപ്പുഴ തുടങ്ങി കഴിഞ്ഞ് ചേർത്തലയുണ്ട്, കലവൂർ, ചേർത്തല, കായംകുളം, കൊല്ലം, ട്രിവാങ്കൂർ. ഇതിൽ ഓരോ സ്ഥലത്തെ ആൾക്കാരും ഓരോ ടേസ്റ്റിലുള്ളവരാണ്. Correct. സദ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സദ്യ എല്ലാവർക്കും അറിയാം. സാമ്പാർ, രസം, പുളിശ്ശേരി, കാളൻ, അതൊക്കെ എല്ലാവർക്കും. പക്ഷേ സ്വർണത്തിനെ പറ്റി അത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ സ്ത്രീകൾക്കും അവരവരുടേതായ രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആവശ്യമുണ്ട്. അതെ, ചിലർക്ക് ചെമ്മലയായിരിക്കും, ചിലർക്ക് പച്ചയായിരിക്കും, ചിലർ നീലയായിരിക്കും. അതുപോലെ തന്നെ ഓരോ ടൗണിലുള്ള ആൾക്കാർക്കും അവരവരുടെ അതേ ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ആലപ്പുഴ തുടങ്ങി, അടുത്ത ഇനിയിപ്പം എറണാകുളത്ത് തുടങ്ങുമ്പോൾ എറണാകുളത്ത് ഇത് തന്നെ ഈ രീതിയിലുള്ള ഓർണമെന്റ്സ്, ഇതേ ഡിസൈനുള്ള അതല്ല നമ്മൾ നിശ്ചയിക്കുന്നത്. Correct. അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു മാർക്കറ്റിംഗ് ടീം അന്ന് തന്നെ തുടങ്ങി. ഉം. മാർക്കറ്റിംഗ് തുടങ്ങി ഓരോ വീട്ടിൽ ചെന്നിട്ട് കുറേ സാമ്പിൾസ് കൊണ്ടുപോകും. ഇങ്ങനെയാണ്, ഇതാണ്, അല്ല ഇതല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് വേണ്ടിയ ഇതാണെന്ന് പറഞ്ഞ് ചിലരൊക്കെ കാണിക്കും, ചിലർ ഫോട്ടോസ് എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആഹാര രീതി പോലെയല്ല സ്വർണ്ണാഭരണങ്ങളുടെ ടേസ്റ്റ് ലേഡീസിനുള്ളത്. അപ്പോൾ അവിടുത്തെ ബിസിനസ്സിലെ ടേസ്റ്റ് മനസ്സിലാക്കി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീടും ചെന്നിട്ട് ടേസ്റ്റ് അനുസരിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു ഭീമയ്ക്കുണ്ടായിരുന്നു. Correct. അതാണ് ഭീമയുടെ ഒരു വിജയരഹസ്യം. ഞാൻ പറയാൻ പാടില്ല, പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഈ എവിടുന്നാണ് ഈ ഗോൾഡ് പ്രൊക്യൂർ ചെയ്യുന്നത്? പ്രൊക്യൂർ ചെയ്യുന്ന ഇപ്പോഴും നമുക്ക് ബോംബെ ആണ് മെയിൻ മാർക്കറ്റ്. ചെന്നൈയുണ്ട്, പിന്നെ കർണാടകയുണ്ട്, Right. ഡൽഹിയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്ന ഒരു സ്ഥലം ബോംബെയാണ്. ബോംബെയിൽ തന്നെ ലണ്ടൻ മാർക്കറ്റുണ്ട്, ബോംബെ മാർക്കറ്റുണ്ട്. ബോംബെ ബാങ്ക് റേറ്റ് ഉണ്ട്, ബാങ്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. Correct. ബോംബെ പ്രൈവറ്റ് പാർട്ടീസും അവർ ഇമ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. Right. അതിൽ ഏതാണ് ബെറ്റർ റേറ്റ്? ചിലപ്പം ബുള്ളിയൻ റേറ്റ്, ബാങ്ക് സപ്ലൈ ചെയ്യുന്ന ബുള്ളിയൻ വില കൂടുതലായിരിക്കും. ചിലപ്പം ബോംബെ ഡീൽ ചെയ്യുന്ന അവരുടെ റേറ്റ് കുറവായിരിക്കും. നമ്മൾ രണ്ടുപേരും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് കോമ്പറ്റീറ്റീവ്, വിച്ച് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദി ഡീലേഴ്സ്, അത് ബുക്ക് ചെയ്യും. എനിക്ക് ഇതിപ്പോൾ 5 കിലോ ആവശ്യമുണ്ട്, സീസൺ ആയപ്പോൾ ചിലപ്പോൾ 5 ആയിരിക്കും, 25 50 അതനുസരിച്ച് മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിലെ ആൾക്കാരായിട്ട് അവർ കോമ്പറ്റീറ്റീവ് ഉണ്ട്. ഹൂ ആർ ഗിവ് ദ ബെസ്റ്റ് റേറ്റ് അവരുമായിട്ട് ഡീൽ ചെയ്തിട്ട് 10 കിലോ മേടിക്കും, ചിലപ്പോൾ 25 കിലോ മേടിച്ചും അയക്കും. അഡ്വാൻസ് ആയിട്ട് രൂപ അയക്കണം. അത് അയച്ചാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഇവിടെ നമുക്ക് ഡെലിവറി കിട്ടും. അത് പണിക്കാർക്ക് കൊണ്ടുവരുന്ന രീതിയുണ്ട്. അവർക്ക് മാനുഫാക്ചർ ചെയ്യുന്ന തൃശ്ശൂർ ബേസ്ഡ് ആൾക്കാരുണ്ട്, കാലിക്കറ്റ് ബേസ്ഡ് ആൾക്കാരുണ്ട്. മാക്സിമം കേരളത്തിലെ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്ത് കിട്ടുന്ന തൃശ്ശൂർ ബേസ്ഡ് വർക്ക്ഷോപ്പുകൾ ഒരുപാടുണ്ട്, പണിക്കാർ ഒരുപാടുണ്ട്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റെഗുലറായിട്ട് നല്ല പ്യൂരിറ്റി ഉൾപ്പെടെ ഇവിടെ കിട്ടുന്നവരായിട്ട് ബന്ധപ്പെട്ട് 2 കിലോയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 5 കിലോയുടെ ആവശ്യമുണ്ട് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് കൊണ്ടുവന്നാൽ അവർക്ക് കൊണ്ടുവരും, ഇമ്മീഡിയറ്റ് മെറ്റീരിയൽ കിട്ടും. Correct. അതാണ് നമ്മുടെ രീതിയുടെ സിസ്റ്റം. അതിൽ തന്നെ പല സിസ്റ്റം തന്നെ ഉണ്ട്. ചിലർ 2 കിലോ കപ്പാസിറ്റി ഉള്ളവരും, ചില 1 കിലോ കപ്പാസിറ്റി ഉള്ളവരും, ചിലർക്ക് 1 കിലോ കപ്പാസിറ്റി ഉള്ളൊരു ജനറലായിട്ട് ചിലർ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് സ്വർണം തിരിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ ഞാൻ ഭീമയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ന് 1 കിലോ അല്ല, 2 കിലോ അല്ല, 5 കിലോ അല്ല, 10 കിലോ കൊണ്ടുവന്നാലും 10 കിലോ ഇമ്മീഡിയറ്റ് കൊടുക്കും. Understood. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് ഏൺ ചെയ്യാനുള്ള സൗകര്യം കിട്ടും, Opportunity ആണ്. ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവർ ദേ വിൽ ഗീവ് ദ ബെസ്റ്റ് റേറ്റ്, ബെസ്റ്റ് പ്രോഡക്റ്റ്, നമ്മളുമായിട്ടുള്ള ബന്ധം പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നുള്ള ഒരു രീതിയുടെ അവർ കൊണ്ടുവരും. അതെ. അതാണ് ഭീമയുടെ പ്രൊഡക്ഷൻ്റെ മാക്സിമം ഫിനിഷ് കിട്ടുന്നതും മാക്സിമം എന്ത് ഐറ്റം വേണമെങ്കിലും കിട്ടാവുന്ന രീതി ഭീമയ്ക്ക് കിട്ടിയതും അത് തന്നെയാണ്. അതെ. ഒരു കോമൺ പേഴ്സൺ പെർസ്പെക്റ്റീവ് ഞാൻ ഇടയ്ക്കൊന്ന് ഇന്ററപ്റ്റ് ചെയ്തൊരു ഡൗട്ട് ചോദിക്കുകയാണ്. സാർ പലതവണ ബുള്ളിയൻ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബുള്ളിയൻ? ബുള്ളി എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് മെൽറ്റ് ചെയ്തിട്ട് പ്യൂരിഫൈ 100% ടച്ച്, 100 ടച്ച് പ്യുവർ ഗോൾഡ്, 99.99 അതിൽ നമ്മൾ 22 ആക്കാനുള്ള അലോയ് ചേർത്തിട്ടാണ് 22 കാരറ്റ് 916 ആക്കുന്നത്. Right. അതാണ് ബുള്ളി എന്ന് പറയുന്നത് 999.
പ്യൂറസ്റ്റ് ഫോം. പ്യൂറസ്റ്റ്. അതിൽ അലോയ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർണമെന്റ്സ് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി 9/6 കൺവെർട്ട് ചെയ്യുന്നതാണ് ഓർണമെന്റ്സ്. അതാണ് ബുള്ളിയനും രണ്ടും ഒന്ന് തന്നെ, അത് പ്യൂരിറ്റി വ്യത്യാസം മാത്രമേ. റൈറ്റ്, ഓക്കെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു ട്രിവാൻഡ്രം മാർക്കറ്റ് എടുക്കുവാണെങ്കിൽ തന്നെയും ടേസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴാണ് ട്രിവാൻഡ്രം കുറച്ചും കൂടി ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റൈല് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈല് എങ്ങനെയാണ് ഗോൾഡ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നത്? ഗോൾഡ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് ഏത് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ജനറൽ പബ്ലിക്കിന് മാക്സിമം അവർക്ക് ഡെയിലി വെയർ പ്രോഡക്ട്സ് ആണ് കൂടുതൽ വേണ്ടി. പ്ലെയിൻ ചെയിൻ, റൈറ്റ്, പ്ലെയിൻ വളകള്, പ്ലെയിൻ മോതിരം, റെഗുലർ യൂസിനാണ്. കമ്മല്, നിങ്ങൾ ഉപയോഗിക്കുന്ന താലിമാല, അതുപോലെ തന്നെ വളകള്, ഡെയിലി വെയർ, അതിൽ വെറൈറ്റി ഒരുപാടുണ്ട്. അതല്ലാണ്ട് തന്നെ അവർക്ക് ഒക്കേഷണൽ ഫങ്ഷൻസ് പോകുമ്പോൾ, കല്യാണങ്ങൾ പോകുമ്പോൾ അത് വേറെ വെറൈറ്റി. പിന്നെ ഇപ്പം ആന്റിക് വെറൈറ്റി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇതിൽ തന്നെ വർക്ക്മാൻഷിപ്പ് ഉള്ളത്, അത് നമ്മുടെ ഇവിടെ പ്രോഡക്റ്റ് അല്ല, ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ള പ്രോഡക്റ്റ്. പക്ഷെ അതിപ്പോഴും നമ്മുടെ കേരളത്തിലും അത് കോമൺ ആയി കഴിഞ്ഞു. അത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കൂടെ ചെയ്യിക്കാൻ തുടങ്ങിയതുണ്ട്. നമുക്ക് ഈ കോമ്പറ്റീറ്റീവായിട്ട് അത് മാനുഫാക്ചർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇപ്പം റെഗുലറായിട്ട് കോട്ടൺ ഷർട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ സിൽക്ക് ഷർട്ടാകും. ഇപ്പൊ സിൽക്കിൽ തന്നെ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി ഡിസൈനിങ് ഉള്ളത് കിട്ടുന്ന പോലെ ഈ ആൻറ്റിക്കിൽ തന്നെ കുറച്ചുകൂടെ വർക്ക്മാൻഷിപ്പ് ഉള്ളത്, കല്ലുള്ളത്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഡയമണ്ട് പ്രോഡക്റ്റ് ആണ്, ഡയമണ്ട് ഐറ്റംസ്. അതിൽ തന്നെ ഡയമണ്ട് സ്റ്റോൺസ് തന്നെ വെറൈറ്റി വ്യത്യാസമുള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഹൈ ക്വാളിറ്റി DEF, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഇൻ ദി ഡയമണ്ട് പ്രോഡക്റ്റ്. LGH ഉണ്ട്, വി ഡോണ്ട് യൂസ് ഇറ്റ്. അതിന് തന്നെ നമ്മൾ അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. വെദർ ഇറ്റ് ഇസ് D, വെദർ ഇറ്റ് ഇസ് E, വെദർ ഇറ്റ് F. And with every jewelry, diamond jewelry, we give them the certificate also. So that they can show it to any other jewelry. If they go to outside Kerala, if they want to change it, ഇപ്പോൾ കേരളത്തിലെ ഡയമണ്ട് മേടിച്ചു, അവർ ബോംബെ സെറ്റിൽഡാണ് അല്ലെങ്കിൽ കർണാടക സെറ്റിൽഡാണ്, അവർക്കവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഇറ്റ് ഈസ് ഇന്റർനാഷണലി അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. ദേ വിൽ അക്സെപ്റ്റ്. ഓക്കെ. അക്കോർഡിംഗ്ലി അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ദേ വിൽ ഗിവ് ദ ബെസ്റ്റ് റേറ്റ്. അണ്ടർസ്റ്റുഡ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കൂടെ നമ്മളാണ് അത് കൊണ്ടുവന്നത്. അതെ, അല്ലെങ്കിൽ മിക്കവാറും ഗോൾഡ് നമ്മൾ അല്ലെങ്കിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതാത് ബ്രാൻഡ്സിൽ മാത്രമേ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഈക്വൽ കോമ്പറ്റീറ്റീവ് dealer they won't accept. Because they don't know how to check the purity. Certificate, they can easily check it. If it is going against the purity, they can come visit us, argue with us. But we never give a chance like that. Whichever is the product, we give the certificate along with the product. പെർഫെക്റ്റ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് എന്താണ്? You buy whenever you want to improve, grow your investment. It's better to buy gold coins or bullion. Okay. It's available. എനിക്കിപ്പം ഒരാൾക്ക് 10 ലക്ഷമുണ്ട്, ഒരാൾക്ക് 5 ലക്ഷമുണ്ട്. If they want to invest in gold, or if they want to invest and get their benefit in the investment, and if they invest in other items like properties, if they buy about 50 lakhs worth of property, if they want to liquidate it immediately, പറ്റത്തില്ല. Immediately 6 months ആകും. And also the payment will take about 3 to 6 months. ഇപ്പൊ ഇതല്ല ഗോൾഡ്. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് കോയിൻസ്, ബുള്ളൻ, ഏതായാലും ഇഫ് യു ഇൻവെസ്റ്റ് about 25 lakh and the immediate necessity is 1 lakh or 5 lakh, whatever the amounts in it, you just give that quantity only. And it can be cash, it will be cash within 1 hour and it will be credited to your bank account. Correct. That's the best part. And also you will get profit, interest, and also it will exceed your investment. വണ്ടർഫുൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഇപ്പോൾ എനിക്കൊരു റിംഗ് മേടിക്കണം. അപ്പോൾ ആസ് എ സെല്ലർ എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിൽ ഒരു റിംഗിന്റെ കോസ്റ്റ് സാർ ഡിസൈഡ് ചെയ്യുന്നത്? പുതിയതിന്റെ ഇന്നിപ്പോ ഞാനൊരു കസ്റ്റമറാണ്, ഞാൻ വരുന്നു, എനിക്കൊരു റിംഗ് മേടിക്കണം. സാറിന്റെ സൈഡിൽ നിന്ന് ആ ഒരു റിംഗിന്റെ റേറ്റ് സാർ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇന്നത്തെ മാർക്കറ്റ് ഇന്നലത്തേക്കാൾ 310 രൂപ കുറഞ്ഞു. ഓക്കെ. മിനിഞ്ഞാന്ന്
ഭയങ്കര കൂടുതൽ. ഭയങ്കര കൂടുതലായിരുന്നു. ദിവാലി കൂടുതലായിരുന്നു. ഇന്ന് കുറഞ്ഞു, ഇന്നലെയും കുറഞ്ഞു, ഇന്നും കുറഞ്ഞു. അതെ. ഇന്നത്തെ മാർക്കറ്റ് കട തുറക്കുമ്പോൾ it will be publicized throughout Kerala and India also. Right. It will be shown in the media also, Right. and also in our board also. Right. That according to the rate, board rate, we pick the rate. ഓക്കെ. ആൻഡ് അതല്ലാതെ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഒരു കോസ്റ്റ് വരും, നമ്മൾ ഈ പണിക്കൂലി എന്ന് പറയുന്നത്, അതൊക്കെ എന്ത് ബേസിസിലാണ്? അതൊക്കെ everything is calculated and the barcode is there. ഓക്കെ. Every product is barcoded. ഓക്കെ. Weight, manufacturing cost, if there is any stone weight will be reduced and the stone price is done. If you scan it, within second it will be appear in the computer. Right. Nothing to wait for the calculation. Correct. So it has already come in the computer. Yes. If our quote is about 1 lakh, 1.5 lakh, if he is having more than that, he can be billed. If it is having only 80,000, he has to go for another product which is costing that much only. അണ്ടർസ്റ്റുഡ്. That will be done within no minutes. It will be done. അണ്ടർസ്റ്റുഡ്. ഓക്കെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു റേറ്റ് ഡിസൈഡ് ചെയ്തു, ഇങ്ങനെ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഗോൾഡിന്റെ. അതും ഒരുപക്ഷെ നമ്മൾ ഒരു ബിസിനസ് എൻവയൺമെന്റ് എടുക്കുവാണെങ്കിൽ ഏറ്റവും ഹൈ ക്യാപിറ്റലുള്ളൊരു മാർക്കറ്റാണ് ഗോൾഡിന്റെ ആസ് എ ബിസിനസ്. Right. അപ്പോൾ അവിടെ ഇത്രയും കോമ്പറ്റേറ്റീവ്നെസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ഹൗ ഡു യു ഇൻഫ്ലുവൻസ്? സംബന്ധിച്ചിടത്തോളം competition means nothing. We don't take care of the competition at all. Right. We give the best price to the buyer. Wherever they are going to Bima brand, the best price is calculated and it is barcoded. Right. They know that. Jewelry, hallmarking guys, they don't bother. Nobody is bothering about the product. But their problem is, their headache is to select the best product. Wherever our showrooms, wherever the sales buyers are more, we keep maximum stock. Right. So for there, we keep the best product, the best finish, and the best price also. They don't bother for buying any type of jewelry, any piece of jewelry. They don't make it a problem at all. Understand. They will get the best product at the best price. And They are also not bothered. Whatever they, according to their budget, they select it, bill it and pay. right. Whenever they come, there is nothing that they need to worry about. Right. There is always a trust associated with the brand. And ആ ഒരു ഗ്രോയിങ് ട്രസ്റ്റ് ആണ് വിമനെ ഇന്ന് 100 years വരെ അതിന്റെ എത്തിച്ചത്. ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല. ലാസ്റ്റ് നവംബറിൽ നമ്മളൊരു മാർക്കറ്റ് ഇത് ചെയ്തു. We exhibiting maximum products, maximum selection, maximum time also. Okay. അന്ന് ദിവസം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. അന്ന് കാലത്ത് 6 മണിക്ക് ഓപ്പൺ ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ബില്ലിംഗ് തന്നെ കംപ്ലീറ്റ് ആയത്. We got the Guinness Award for that day's sale. You did 200 crores in a day. I read about this. Nobody Ever. never ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അങ്ങനെ ഒരു ടേൺ ഓവർ കിട്ടിയിട്ടില്ല. Right. സോ അതാണ് മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞത് ഭീമയുടെ ഉത്ഭവത്തിൽ മാത്രമല്ല, ഇപ്പോഴും ആ ഒരു ഡിസ്ട്രപ്ഷൻ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഭീമയുടെ ഏറ്റവും വലിയൊരു സക്സസ് സ്റ്റോറി അല്ലേ? ഇപ്പോഴും അത് തന്നെ. വില കൂടിയാണെങ്കിലും ആൾക്കാർ, നിങ്ങൾ മാർക്കറ്റ് അന്വേഷിക്കൂ, ഒരു കോമ്പറ്റീറ്ററിന് ഒരു കടയിൽ ചിലപ്പം 5 കസ്റ്റമറായിരിക്കും, 4 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും, മാക്സിമം ഒരു 15 ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഭീമയിൽ 50 പേരാണ് ബയേഴ്സ് ത്രൂ ഔട്ട് ഒരു വൺ ടൈം. റൈറ്റ്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സാർ, പുതിയ സിസ്റ്റംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇപ്പം ലോകമെമ്പാടും ഒരു ഡിജിറ്റലൈസേഷനിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ബിസിനസ്സിന്റെ ഓരോ മേഖലകളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ് ആയിക്കോട്ടെ, എല്ലാം ഒരു ഡിജിറ്റൈസേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ആൾക്കാർ ഡിജിറ്റൽ ഗോൾഡിലോട്ട് മാറുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന്റെ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മനസ്സിൽ തൃപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം മേടിച്ച് കയ്യിൽ വെക്കണം. അതെ. അതാണ് സ്വർണം കയ്യിൽ വെച്ചാൽ അതിൻ്റെ ഒരു തൃപ്തി, അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ. ഡിജിറ്റലൈസേഷൻ നമുക്ക് അത് കൺട്രോളൊക്കെ വേറെ രീതിയിലാണ്, വേറെ സിസ്റ്റമേ വേറെയാണ്. അവർക്ക് കയ്യിൽ, എൻ്റെ കയ്യിൽ ആ ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നതിൽ അവർക്ക് തോന്നത്തില്ല. പക്ഷെ കയ്യിൽ വെച്ചാൽ അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും. ഇപ്പോൾ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കെമിക്കലി പ്രോസസ് പുതിയ മെറ്റൽസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഗോൾഡിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന സാറിന് തോന്നുന്നില്ല? ഇല്ല. ഗോൾഡ് ഇപ്പം 22 ക്യാരറ്റ് ഉള്ളപ്പോൾ 18 ക്യാരറ്റ് പ്രോഡക്ട്സ് നമുക്കുണ്ട്. പക്ഷെ ചില പ്രോഡക്ട്സ്
ഈ ഡയമണ്ട്സ് ഫിറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണ്. അത് 18 ക്യാരറ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ 22 ക്യാരറ്റ് 18 ക്യാരറ്റ് അത് എന്ത് മാറ്റ് കുറഞ്ഞാണല്ലോ, എന്തിനാണ് അത് മേടിക്കുന്നത്? 22 ഉള്ളപ്പോൾ വെയിറ്റ് കുറച്ചാൽ പോരെ, അതിന് 18 ക്യാരറ്റും. അങ്ങനെ ഒരു രീതിയാണ് മനുഷ്യർ മാർക്കറ്റിലുള്ളത്. അതുപോലെയാണ് അവർക്ക് ഗോൾഡിലും 18 ക്യാരറ്റിലും 14 ക്യാരറ്റിലും അവർക്ക് വിശ്വാസം ഇല്ലയെന്നല്ല, സ്വർണ്ണമാണെന്ന് അറിയാം. പക്ഷെ എന്തിനു നല്ലത് ഉള്ളപ്പോൾ എന്തിനു ഇത് മേടിക്കുന്നത്? അതിന് അങ്ങനെ ഒരു മനസ്സിൽ അവർക്ക് തോന്നൽ ഉണ്ട്. പുറത്ത് പറയുകയോ ഇല്ലയോ അത് വേറെ കാര്യം. നല്ലത് കിട്ടുമ്പോൾ നല്ലതേ മേടിക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നത് 5 MB ഇത് കാണും, മെമ്മറി 1000 കാണും, 250 കാണും. അവന് 250 50 പൈസ എത്രയുണ്ടോ അതനുസരിച്ച് മേടിക്കും. കൂടുതൽ അവർക്ക് മെമ്മറി കീപ്പ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടല്ലോ, കൺവീനിയൻസ് ഉണ്ടല്ലോ, അതനുസരിച്ച് അതേ മേടിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതും ഇപ്പൊ പിന്നെ ഒരു ഇന്റർനാഷണലി നോക്കുവാണെങ്കിൽ വേറെ മെറ്റൽസിനോടും ഒരു കസ്റ്റമർ ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പൊ സിൽവർ ആൾക്കാർക്ക് മേടിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ പ്ലാറ്റിനം, ദെൻ വൈറ്റ് ഗോൾഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർജിൻസ് കിട്ടുന്നത് ഏത് മെറ്റൽ? മാർജിൻ എല്ലാം നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യും. പിന്നെ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് മാർക്കറ്റിൽ കൂടുമ്പോൾ വിൽക്കുന്ന ആ ലാഭം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് പൈസ കയ്യിലുണ്ടെങ്കിൽ they will try to buy more gold. മാനുഫാക്ചർ ചെയ്ത് വെക്കും. അപ്പോൾ ആ കുറഞ്ഞ വിലയ്ക്ക് 500 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് അവർ അറിയാണ്ട് തന്നെ കിട്ടുന്നതാണ്. ബിസിനസ് പ്രോഫിറ്റ് അല്ല. നമ്മൾ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ചിലർ വെക്കുന്നില്ലേ, ചിലർ ചട്ടന് കൂടും, ചട്ടന് പോവുകയും ചെയ്യും. പക്ഷേ ഗോൾഡ് അങ്ങനെ ചട്ടന് പോവും, കുറയുന്ന ചാൻസ് ഇല്ല. ഒരു ടെമ്പററി ആയിട്ട് കുറവായിരിക്കും, പിന്നെ പെർമനന്റ് ആയിട്ട് കൂടുകയുള്ളൂ. ഗോൾഡ് എപ്പോഴും ഒരു ഡിപ്പെൻഡബിൾ ആസെറ്റ് ആണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും. കറക്റ്റ്. ഇപ്പോൾ ഭീമ ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം, ഭീമ ജ്വല്ലറി എന്ന് പറയുന്നത് 100 വർഷം എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത എങ്ങോട്ടേക്കാണ് ഭീമയുടെ? നമ്മുടെ 3 കൊല്ലം 3 മക്കളുണ്ട്, അങ്ങനെ ബാക്കിയുള്ള എല്ലാവർക്കും കൊച്ചുമക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ബിസിനസ് തന്നെ മതി എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ഒരു 3 മാസം 3 ഷോറൂം 4 ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് ഒരു 20 ഷോറൂമെങ്കിലും കൂട്ടാനുള്ള സംരംഭം ഉണ്ട്. അതിന്റെ ആലോചനയുണ്ട്, സ്ഥലങ്ങളും നോക്കി കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളും വർക്കും തുടങ്ങിക്കഴിഞ്ഞു. 1.5 കൊല്ലം 20 മിനിമം 20 ഷോറൂമെങ്കിലും ഭീമയ്ക്ക് ഉണ്ടാകും. ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം കിട്ടണം, ഒരു പ്രോബ്ലം ഇല്ലാണ്ട്. വണ്ടർഫുൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ലൈഫിൽ ഒരു വളരെ ഫെന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രണറുടെ നിന്ന് ഇത്രയും അധികം കാര്യങ്ങൾ ഒരു അറിവ് കിട്ടുക എന്നുള്ളതും, അതുമാത്രമല്ല സാറ് കഥ മുഖേന പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ബി ലൈഫ് ലെസൺസ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിനോടുള്ളൊരു വേണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം, മാക്സിമം അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യണം. അതെ, ഭീമയുടെ ഫുൾ ഗ്രോത്ത് സ്റ്റോറി മാത്രമാണ് നമ്മൾ കേട്ടത്. എപ്പോഴേലും ഭീമയ്ക്ക് ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇതുവരെ ദൈവം അതിനൊരു ചാൻസ് ദൈവം അതിനൊരു ഇടവരുത്തിയിട്ടില്ല. ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങൾ ഏറ്റവും കൂടുതൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനിയും അത് ഉണ്ടാകണം. നിങ്ങളെപ്പോലുള്ള പറയുകയാണെങ്കിൽ അത് ഉണ്ടാകും എന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല. സിൽവർ പുതിയ ഗോൾഡായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? സിൽവർ വില കൂടി വരികയാണ്, ഇപ്പൊ സ്വല്പം കുറഞ്ഞു. സിൽവറിന്റെ ആൾക്കാർക്ക് ഇപ്പോഴും ഗോൾഡ് മേടിക്കുന്നതിന് മുമ്പ് സിൽവർ മേടിച്ചു. എൻ്റെ അച്ഛൻ ബിസിനസ് തുടങ്ങിയ അച്ഛൻ്റെ അമ്മയുടെ കാലിൻ്റെ വെള്ളിക്കുലിസ് വിറ്റ് ഉരുക്കിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ വെള്ളി തുടങ്ങിയതാണ് സ്വർണ്ണത്തിൽ മാറി. അതുപോലെ തന്നെ സിൽവറിലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് മേടിക്കുന്നുണ്ട്. അത് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ഗോൾഡിലേക്ക് മാറും. അതൊരു സ്വർണം മേടിക്കുന്നതിൻ്റെ ആരംഭം ആണെന്ന് പറയാൻ പറ്റും. ഊണ് കഴിക്കുന്നതിന് വെച്ചാൽ ആദ്യം ചിലർ സൂപ്പും ബ്രെഡും കഴിക്കും. അതുപോലെ തന്നെ അത് പിന്നെ അവസാനം ഊണിലല്ലേ പോകുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് മേടിക്കുന്നതിന് മുമ്പ് ആദ്യം സിൽവർ മേടിച്ചു തുടങ്ങി, പിന്നെ ഗോൾഡിലേക്ക് മാറും. കറക്റ്റ്. അപ്പൊ ഇപ്പോഴും സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു മേഖലയിൽ ഗോൾഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ. ഒരു ഗോൾഡ് ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ക്ലിനിക്കാണ് ഉള്ളത്. ഇപ്പൊ ക്ലിനിക്ക് തുടങ്ങാൻ നേരത്തെ എനിക്കൊരു ക്യാപിറ്റൽ വേണമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പയർഡ് ടു ഗോൾഡ് ബിസിനസ് അല്ലേ. അപ്പോൾ ഗോൾഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇന്റൻസീവ് ക്യാപിറ്റൽ റിക്വയർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. ആ ക്യാപിറ്റൽ എങ്ങനെ റേസ് ചെയ്യണം? അത് ചെറിയൊരു ഇതാണ്, രഹസ്യമുണ്ട്. അതിൽ തന്നെ ഞാൻ പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ ബിസിനസിന്റെ വളർച്ചയിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, സേവിങ്സ് ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. അത് ഞാൻ സ്വർണ്ണത്തിൽ തന്നെ ഇടുകയാണ്. ഇല്ലെങ്കിൽ ഞാനത് പ്രോപ്പർട്ടീസ് മേടിക്കും. പുതിയ ബിസിനസ് നടക്കുമ്പോൾ പ്രോപ്പർട്ടീസ് നമുക്ക് ബാങ്കിൽ വെച്ചാൽ കിട്ടും.
പിന്നെ എനിക്കിപ്പം സപ്പോസ് 100 രൂപയാണ് ഒരു ബാങ്ക് തരുന്നതെങ്കിൽ ഞാൻ ചോദിക്കും ബാങ്കുകാർക്ക്, എനിക്ക് പുതിയ ബിസിനസ് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാം, 100 എന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ കൂട്ടിത്തരണം. അയ്യോ അതെന്താ, നിങ്ങൾക്ക് എത്ര വേണം ഞാൻ തരാം, ഒരു കൊല്ലത്തേക്ക് 100 എന്നുള്ളത് 100-200 ആക്കി തരാം, മനസ്സിലായി. അഡ്വാൻസ് ആയിട്ട് മേടിച്ചോളൂ, ഒരു ക്യാപിറ്റല് ഗ്യാരണ്ടി ഒന്നും എക്സ്ട്രാ വേണ്ട, നിങ്ങൾ ബിസിനസ് ടേൺ ഓവർ നിങ്ങൾ തരുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും ബിസിനസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശതമാനം നിങ്ങൾക്ക് തരൂ എന്നുവെച്ചാൽ അതിൻ്റെ വളരുന്ന പ്രോഫിറ്റ്, കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു അവിടെ ഇട്ടോളൂ, അപ്പോൾ അത് കുറയുമല്ലോ. മനസ്സിലായി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബിസിനസ് എന്താണോ, ഗോൾഡ് ബിസിനസ് എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്ന കമോഡിറ്റി തന്നെ സാർ പറഞ്ഞോട്ട് ലക്ഷ്മിയാണ്. അപ്പോൾ ആ ഒരു കമോഡിറ്റിക്ക് ഒരു ബാങ്കും നിഷേധിക്കില്ല എന്നാണ് ഒരു ബോട്ടം ലൈൻ. ഇപ്പോഴും ഞാൻ അതനുസരിച്ച് ചോദിച്ചതിന് അവര് തരും, അവര് കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരോടും അങ്ങനെയാണെങ്കിൽ ബാങ്കേഴ്സുമായിട്ട് നല്ല ബന്ധം നിലനിർത്തി. അല്ല, ഇതിപ്പോ എല്ലാവർക്കും കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ട്രാൻസാക്ഷൻ എങ്ങനെയുണ്ട്. ചുമ്മാ ബിസിനസ് തുടങ്ങിയിട്ട് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ടേൺ ഓവർ ഇല്ലെങ്കിൽ ദേ വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. സാറിന് ഈ ഭീമയുടെ മാർക്കറ്റിംഗ് സൈഡിലോട്ട് സാറിന് ഒരു ഇൻപുട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളും മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ആണ്, വൈഫും അത് മാർക്കറ്റിംഗിലും പ്രൊഡക്ഷനിലും ഇൻവോൾവ് ആണ്. Their parties are also very good. They are also interested in selection of the product, buying the product, distributing to the different outlets. They are helping in any way, in maximum way. Wife, മക്കള്, granddaughter, they are planning to start off. Right. Now, ഭീമയുടെ മാർക്കറ്റിംഗിന്റെ സൈഡിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഭീമയുടെ ആ ഒരു ലോഗോ അതെങ്ങനെ കൺസീവ് ചെയ്തത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലോഗോയാണ്. അച്ഛൻ്റെ ഗ്രോത്ത് തുടങ്ങുന്ന സമയമാണ്. ആദ്യത്തെ 4 കുട്ടികളും പെൺകുട്ടികളായിരുന്നു. അപ്പൊ അച്ഛന് ആൺകുട്ടികളില്ലല്ലോ, എങ്ങനെ ബിസിനസ് നോക്കണമെങ്കിൽ ആൺകുട്ടികളിൽ കുറച്ചുകൂടെ ടൈം കിട്ടുമല്ലോ, ഫ്രീ ടൈം ഒരുപാട് കിട്ടുമല്ലോ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. 5th വൺ ഒരു ആൺകുട്ടിയായി. ആ ആൺകുട്ടിയുടെ ബേസിൽ തന്നെ നമ്മുടെ ലോഗോ പയ്യൻ. Are you that boy? I am the third boy. You're the third boy. Okay, so it's your brother then. ഇന്നും ആ ലോഗോ തന്നെയാണ്. ഇനി അതിലും ഒരു മാറ്റമില്ല. നമ്മളിപ്പോ ഗോൾഡ് എടുക്കുവാണെങ്കിൽ ഓൺലൈനിൽ ഒരു റേറ്റാ പറയുന്നത്, നമ്മളിപ്പോ കടകളിൽ വരുമ്പോൾ അവിടെ വേറൊരു റേറ്റ് ആയിരിക്കും പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ഓൺലൈൻ ചോദിച്ചു, ഓക്കെ, പർച്ചേസ് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് റേറ്റ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇതൊരു ഗ്ലോബൽ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ ടി വി മേടിക്കുകയാണെങ്കിൽ ഇറ്റ് വിത്ത് പെർമനന്റ്. അതെ. ഒരു പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി ദി മാർക്കറ്റ് ചേഞ്ചസ്. അണ്ടർസ്റ്റാൻഡ്. സാറിന്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് മാർജിനും എങ്ങനെയാണ് സാർ ഡിസൈഡ് ചെയ്യുന്നത്, സാറിന്റെ ഇൻഡിവിജ്വൽ ബിസിനസ്? അത് നമ്മുടെ ടീമുമായിട്ട് സംസാരിക്കും. നമ്മൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ആകില്ല, ആൾക്കാർക്ക് ഷുഡ് ബി അക്സെപ്റ്റബിൾ. നമ്മളിപ്പം ഒരു ഇഡ്ഡലിക്ക് നമ്മളിപ്പോൾ ഒരു 5 രൂപ ടിക്കറ്റ്, നാളെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും മസാല ബാക്കി ഇട്ടിട്ട് 10 രൂപ ആൾക്കാർ മേടിക്കില്ല. റീച്ചർ 5 രൂപ എന്നുള്ള ഒരു 50 പൈസ ഒരു കൂടുതലാണെങ്കിൽ അതിന് എക്സ്ട്രാ എന്തെങ്കിലും മസാല കറിയോ എന്തെങ്കിലും ഇട്ടാൽ they will accept. അതുപോലെ ഇതിന് നമ്മൾ മാനുഫാക്ചറിംഗിൽ ഒരു പ്രോഡക്റ്റ് വന്നാൽ കുറച്ച് അതിന്റെ വേരിയേഷൻ കാണണം. ഇഫ് യു ആർ ചാർജിങ് മോർ പർട്ടിക്കുലർ പീസിൽ ഇറ്റ് ഷുഡ് ഷോ ജസ്റ്റിഫയബിൾ ആയിരിക്കണം. then only they will be interested in buying it. Correct. പലപ്പോഴും പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്യുവർലി പ്രോഫിറ്റ് മാത്രം നോക്കി പോകും. അതുകൊണ്ട് കാര്യമില്ല. എക്സാക്ട്ലി. ആർക്കെങ്കിലും പ്രോഫിറ്റിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ കൂടുതൽ ചെലവുണ്ട്, പ്രോഫിറ്റ് കൂടണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രോഡക്റ്റ് കൂടുതൽ ചാർജ് ചെയ്താൽ പബ്ലിക് won't accept it. Because competitors are there, they will find out the difference in the making charges. കൂടുതൽ ചാർജ് ചെയ്യുന്ന ആൾക്ക് they will stop buying from them. Right. സോ ഏതൊരു ബിസിനസ് എടുത്താലും സാരഥി ആരാണോ അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ബാക്കിയുള്ള ടീംസും അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദോസ് കോർ വാല്യൂസ് വേറെ ഒരിടത്തും വരില്ല. അത് സാറിൻ്റെ തന്നെയാണ് വരുന്നത്. സാറിൻ്റെ അച്ഛൻ്റെ നിന്ന് സാറിന് കിട്ടി, സാർ ഇസ് ഗിവിംഗ് ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ, ആൻഡ് ദാറ്റ് ഇസ് വൈ ഭീമ ഹാസ് become what it is today. ഇപ്പോൾ സാറിനെ പോലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഡെയിലി ഓഫീസ് വരേണ്ട ആവശ്യമില്ല എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷേ the fact that you take that effort to come here and to teach your family, and the fact that as a family you're growing, that itself is probably one of the most inspiring things I've heard today. And 100 വർഷം കഴിയുന്ന ഭീമയ്ക്ക് എൻ്റെ സൈഡിൽ നിന്നും റോ മലയാളത്തിൻ്റെ സൈഡിൽ നിന്നും 1000 ആശംസകൾ. ഇനിയും 100 വർഷമല്ല, ഇനിയും 100 വർഷങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. പറയുന്നൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊക്കെ അതിൽ സക്സസ് ആകാം
എവിടെയൊക്കെ അപാകതയുണ്ട്, എവിടെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ബിസിനസ് മാക്സിമം ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ ഉള്ള ഒരു രീതി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ പറയാൻ പറ്റി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ആരും എനിക്ക് ചോദിച്ചില്ല. എന്താണ് പുറകിലുള്ളത്, എങ്ങനെ വന്നു, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ പറയുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരും. അത് ഇങ്ങനെയുള്ളൊരു രീതി കൊണ്ടുവരുന്ന നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്. ഇനിയും കൂടുതൽ ചെയ്യണമെന്ന് മാത്രമേ എൻ്റെ അഭ്യർത്ഥന.